കൊല്ലങ്കോട് പയ്യലൂർ കൊമ്പൻകാട് ദേവൻ ഭൂവരാഹമൂർത്തി ക്ഷേത്രത്തിൽ ബാലാലയ പ്രതിഷ്ഠ നടത്തി. രാവിലെ 12:08-നും 12:30-നുമിടയിലുള്ള മുഹൂർത്തത്തിലാണ് ഭൂവരാഹമൂർത്തിയുടെ ദാരുശില പൂജാതികർമ്മങ്ങളോടെ ബാലാലയത്തിൽ പ്രതിഷ്ഠിച്ചത്. പൂർവാംഗ പൂജ, അഘ്രാരഹവനം എന്നിവയെ തുടർന്നാണ് ബാലാലയ പ്രതിഷ്ഠ നടത്തിയത്. രാവിലെ പയ്യലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ഭൂവരാഹമൂർത്തിയുടെ ദാരുശില നാദസ്വര കച്ചേരിയുടെ അകമ്പടിയോടെ ഭക്തജനങ്ങൾ കൊമ്പൻകാട് ക്ഷേത്രത്തിലെത്തിച്ചു. പരിപൂർണ പ്രസാദേ ഉത്തരോത്തര അഭിവൃദ്ധിരസ്തു. കുംഭാഭിഷേക യോഗ്യതാ സിദ്ധ്യരസ്തു. അതിപുരാതനമായി ക്ഷയിച്ചു കിടന്ന ഒരു മഹാക്ഷേത്രം ഇന്ന് പീലവടി റോഡും കനാലും ഒക്കെ കൊണ്ട് നഷ്ടപ്പെട്ടുകൊണ്ട് അത് ശ്രീകോവിലും മാതൃബലിക്കല്ലും മാത്രം നിൽക്കുന്ന അവസ്ഥ. അതുകൊണ്ട് ആരും അത് കയ്യേറിയാതെ വളരെ പുരാണമായി നിലനിന്ന ക്ഷേത്രത്തെ ദേശവാസികളെല്ലാം കൂടി 19 വർഷം മുമ്പ് ഇതിൻ്റെ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നോക്കി ഇപ്പം മൂന്നാമത്തെ പ്രശ്നത്തിൽ യഥാർത്ഥ ദേവൻ എന്താണെന്നുള്ളത് തെളിഞ്ഞുകൊണ്ട് ഇത് വരാഹമൂർത്തി, അതായത് ഭൂവരാഹമൂർത്തി, മടിയിൽ ഭൂമാദേവിയെ ഇരുത്തിക്കൊണ്ടുള്ള ഒരു മഹാപ്രതിഷ്ഠ. കാരണം ഇത് പരശുരാമൻ ഉള്ള സമയത്താണ് ഇങ്ങനെയുള്ള പ്രതിഷ്ഠകൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള മഹാക്ഷേത്രമായി കണക്കാക്കപ്പെടുന്ന ക്ഷേത്രത്തെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് ഭൂവരാഹമൂർത്തിയെ ഇന്ന് ബാലാലയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.